അപ്പോൾ ഇതിൽ നമുക്ക് ആദ്യം സ്റ്റാർട്ട് ചെയ്യേണ്ടത് AWSൻ്റെ ഈ ഒരു VPC, കാരണം അതിനകത്താണല്ലോ മറ്റേ എല്ലാ കമ്പോണൻസും വരുന്നത്. അപ്പോൾ ഈ ഒരു VPC നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. AWS അക്കൗണ്ടിൽ VPC ക്രിയേറ്റ് ചെയ്തിട്ട് അതിനകത്ത് 2 സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം, പ്രൈവറ്റ് സബ്നെറ്റും പബ്ലിക് സബ്നെറ്റും. പിന്നെ അതിന് കറസ്പോണ്ടിങ് റൂട്ടിംഗ് ടേബിൾസും ഡിഫൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്ക് ആദ്യം ഒന്ന് പെട്ടെന്ന് ചെയ്യാം. അപ്പോൾ ഞാൻ AWS അക്കൗണ്ടിൽ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. AWSൻ്റെ അക്കൗണ്ടിൽ നിന്നുകൊണ്ട് VPC എടുക്കുകയാണ്. ഞാൻ VPC സെർച്ച് ചെയ്ത് കൊടുത്തിട്ട് അത് പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്തു. ഞാനത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോൾ പറയുന്നില്ല, കാരണം ഇതെല്ലാം നമ്മുടെ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ അതൊന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുള്ളൊരു ഐഡിയ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ VPC ഒരു ഡിഫോൾട്ട് VPC ആണ് ഇപ്പോൾ ഓൾറെഡി ഇതിലുള്ളത്. ഇത് ഡിഫോൾട്ട് VPC ആണ്. അപ്പോൾ നമുക്ക് പുതിയൊരു VPC നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് ആവശ്യത്തിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഇതിൽ വേണമെങ്കിൽ VPC ആൻഡ് മോർ കൊടുത്തു കഴിഞ്ഞാൽ സബ്നെറ്റ്സും റൂട്ടിംഗ് ടേബിൾസും എല്ലാം ഇത് ക്രിയേറ്റ് ചെയ്ത് തരും. പക്ഷേ നമുക്ക് മാനുവലി തന്നെ ചെയ്യാം. ആദ്യം VPC ക്രിയേറ്റ് ചെയ്തിട്ട് പിന്നെ സബ്നെറ്റ്സും കറസ്പോണ്ടിങ് റൂട്ടിംഗ് ടേബിൾസും എല്ലാം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ VPCക്ക് ഒരു പേര് കൊടുക്കുകയാണ്. ഇപ്പം ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. ഞാനിപ്പോൾ 40 VPC എന്ന് പറഞ്ഞൊരു പേര് കൊടുക്കുകയാണ്. അപ്പോൾ അതിനൊരു സബ്നെറ്റ് റേഞ്ച് വന്നിട്ട് നമ്മുടെ ഡയഗ്രത്തിൽ ഏത് റേഞ്ച് ആയിരുന്നു, 10.100.0.0/16 അല്ലേ, നമുക്ക് ആ റേഞ്ച് തന്നെ ഇവിടെയും കൊടുക്കാം. പിന്നീട് ടെനൻസി എല്ലാം ഡിഫോൾട്ട് തന്നെ മതി. എന്നിട്ട് ക്രിയേറ്റ് VPC കൊടുക്കുക. VPC ഇപ്പോൾ ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് VPC കണ്ടില്ലേ, 40 VPC, അതിനൊരു ID കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഒരു CADR വാല്യൂ റേഞ്ച് ഇവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് ഇനി സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്യാം. സബ്നെറ്റ്സ് എടുത്തിട്ട് ഈ കാണിക്കുന്ന സബ്നെറ്റ്സ് ഓൾറെഡി ഇതിലുള്ള ഡിഫോൾട്ട് VPCയുടെ സബ്നെറ്റ്സ് ആണ് കാണിക്കുന്നത്. അത് നിങ്ങൾ ബോദർ ചെയ്യേണ്ട. ഇപ്പോൾ ഇവിടെ നമുക്ക് ക്രിയേറ്റ് സബ്നെറ്റ് കൊടുക്കുക. ഇവിടെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത VPC സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഡിഫോൾട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള VPCക്ക് ആയിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സബ്നെറ്റ്സ്. അപ്പോൾ അതുകൊണ്ട് അത് മാറ്റിയിട്ട് ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത 40 VPC സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിന് സബ്നെറ്റ്സിന് നമുക്കിപ്പോൾ വാൻ സബ്നെറ്റും ലാൻ സബ്നെറ്റും ക്രിയേറ്റ് ചെയ്യാനുണ്ട്. ഇപ്പോൾ ഞാൻ ആദ്യം ലാൻ സബ്നെറ്റിന് ഞാൻ LAN_SN എന്നും പറഞ്ഞ പേര് കൊടുത്തു. അവൈലബിലിറ്റി സോൺ ഞാനിപ്പോൾ പ്രത്യേകിച്ച് പ്രിഫറൻസ് ഒന്നും കൊടുക്കുന്നില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ CADR വാല്യൂ നമ്മൾ കൊടുത്ത VPCയുടെ CADR വാല്യൂ കാണിക്കുന്ന നമുക്ക് സബ്നെറ്റിൻ്റെ ഒരു റേഞ്ച് വന്നിട്ട് നമുക്ക് 100.0.0/24 കൊടുക്കാം. നെയിം ഓൾറെഡി ഇവിടെ വന്നിട്ടുണ്ട്. നമുക്ക് ക്രിയേറ്റ് സബ്നെറ്റ് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ലാൻ സബ്നെറ്റ് ക്രിയേറ്റ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്കൊരു വാൻ സബ്നെറ്റും കൂടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇതുപോലെ തന്നെ നമുക്കിവിടെ പേര് വന്നിട്ട് WAN_SN എന്നും പറഞ്ഞ് കൊടുത്തു. അവൈലബിലിറ്റി സോൺ ഞാൻ പ്രത്യേകിച്ച് വാല്യൂസ് കൊടുക്കുന്നില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ഇതിപ്പോൾ ഏത് അവൈലബിലിറ്റി സോണിലാണ് ക്രിയേറ്റ് ആയിട്ടുള്ളതെന്ന് നോക്കാം. ലാൻ സബ്നെറ്റ് US East 1E ക്രിയേറ്റ് ആയിരിക്കുന്നത്. നമുക്ക് അവിടെ തന്നെ നമുക്ക് സെക്കൻഡ് സബ്നെറ്റും ക്രിയേറ്റ് ചെയ്യാം. വാൻ സബ്നെറ്റ് ഞാൻ WAN_SN എന്ന് പറഞ്ഞ് കൊടുത്തു. അവൈലബിലിറ്റി സോണ് US_1E ക്രിയേറ്റ് ആയത്. അപ്പോൾ നമുക്ക് ഇതും അവിടെ തന്നെ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് നമുക്ക് റേഞ്ച് വന്നിട്ട് 10.100.16.0. നമുക്ക് ആ ഡയഗ്രാം സംശയം നമുക്ക് ഇടയ്ക്ക് ഡയഗ്രാം നോക്കാം. 10.100.16.0 അതാണ് വാൻ സബ്നെറ്റ്, പബ്ലിക് സബ്നെറ്റ് എന്ന് പറഞ്ഞ് കൊടുത്തിരിക്കുന്നത്. പബ്ലിക് സബ്നെറ്റ് തന്നെയാണ് ഞാനിവിടെ വാൻ സബ്നെറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ആ വാൻ സൈഡിൽ വരുന്നത്. അപ്പോൾ അത് കൊടുത്തു. അതിനുശേഷം ക്രിയേറ്റ് സബ്നെറ്റ് കൊടുത്തു. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ സബ്നെറ്റ്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ഫിൽട്ടർ ചെയ്ത് നോക്കാം. നമ്മുടെ VPC ID ഏതാണ്, ഇതാണ് VPC ID ആയിട്ട് വരുന്നത് അല്ലേ. VPC ID കോപ്പി ചെയ്തു, സബ്നെറ്റ്സിൻ്റെ അവിടെ പോയി ഫിൽട്ടർ. നമുക്കിവിടെ സബ്നെറ്റ് ഐഡിയിൽ നമുക്ക് VPC ID വെച്ചിട്ട് നമുക്ക് നോക്കാം. VPC ഈക്വൽ ഇതല്ല നമുക്ക് വന്നിരിക്കുന്ന ഏതാണ് 650. ഓക്കെ, അതിലുള്ളത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത VPCക്ക് അകത്തുള്ള 2 സബ്നെറ്റ്സ്. ഈ 2 സബ്നെറ്റ്സാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തത്. അതിൻ്റെ വാല്യൂസ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. എത്ര IP അഡ്രസ്സ് അവൈലബിൾ ആണെന്ന് കാണിക്കും. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസ് എല്ലാം കാണിക്കും. രണ്ടും US East 1E ഇപ്പോൾ ക്രിയേറ്റ് ആയിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചെയ്യേണ്ടത് നമുക്കൊരു ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് റൂട്ടിംഗ് ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ റൂട്ടിംഗ് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേയും കൂടെ ക്രിയേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ഞാൻ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഞാൻ പുതിയൊരു ടാബിൽ ഓപ്പൺ ചെയ്തു. ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഓൾറെഡി ഇതിലുണ്ട്, ഡിഫോൾട്ട് ഇൻ്റർനെറ്റ് ഗേറ്റ്വേ. അതായത് ഡിഫോൾട്ട് VPCക്ക് ഇൻ്റർനെറ്റിലോട്ട് റൂട്ടിങ്ങിന് ആവശ്യമായിട്ടുള്ള ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഉണ്ട്. നമുക്ക് പുതിയൊരു ഇൻ്റർനെറ്റ് ഗേറ്റ്വേയും കൂടെ ഞാൻ കൊടുക്കാം. 40
IGW എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു, മനസ്സിലാകുന്നതിൻ്റെ ഒരു പേര് കൊടുത്തു. എന്നിട്ട് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ഞാനിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്തു, അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, എന്നിട്ട് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഇൻ്റർനെറ്റ് ഗേറ്റ് വേ 14 ഇൻ്റർനെറ്റ് ഗേറ്റ് വേ ആക്ഷൻസ് എടുത്തിട്ട് അറ്റാച്ച് ടു VPC കൊടുക്കണം. ഏത് VPC ആണ്? നമ്മുടെ VPC ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത 40 VPCയിലോട്ട് അറ്റാച്ചും ചെയ്ത് കൊടുത്തു. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ അവിടെ ഇരുന്നോട്ടെ. ഇനി നമുക്ക് റൂട്ടിൻ ടേബിൾസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ റൂട്ട് ടേബിൾസ് വീണ്ടും ഇവിടെ വന്നിട്ട് പുതിയൊരു ടാബിൽ ഇവിടെ ഓപ്പൺ ചെയ്യുകയാണ്. റൂട്ട് ടേബിൾസ് എടുത്തിട്ട് നമുക്കിവിടെ ക്രിയേറ്റ് റൂട്ട് ടേബിൾ കൊടുക്കാം. ഓൾറെഡി 2 ഡിഫോൾട്ട് റൂട്ട് ടേബിൾസ് കാണും. അതായത് ഒരു VPC, ഓരോ VPCയും കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ഡിഫോൾട്ട് റൂട്ട് ടേബിൾ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണ് ഇപ്പോൾ 2 റൂട്ട് ടേബിൾസ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതിനെന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ, ഓൾറെഡി നമ്മൾ ഫണ്ടമെൻ്റൽ കോഴ്സിൽ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളായതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എലാബറേറ്റ് ചെയ്യാത്തത് ഇവിടെ. അപ്പോൾ ഞാനിവിടെ ക്രിയേറ്റ് റൂട്ട് ടേബിൾ എടുത്തു. അപ്പം നമുക്കിവിടെ ഒരു പേര് കൊടുക്കാം. നമുക്ക് ആദ്യം ലാൻ സബ്നെറ്റിന് റൂട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം ലാൻ സബ്നെറ്റ് റൂട്ട് എന്നും പറഞ്ഞ് ഞാനൊരു പേര് കൊടുത്തു. VPC നമ്മുടെ 40 VPC തന്നെ. ഞാൻ എന്നിട്ട് ക്രിയേറ്റ് റൂട്ട് ടേബിൾ കൊടുത്തു. അപ്പോൾ ആ റൂട്ട് ടേബിൾ ക്രിയേറ്റ് ആയി വന്നു. ഇനി സബ്നെറ്റ് അസോസിയേഷൻ ചെയ്ത് കൊടുക്കണം. നമ്മളിപ്പോൾ റൂട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്തു. ഈ റൂട്ട് ടേബിളിനകത്ത് ഏതൊക്കെ സബ്നെറ്റ്സ് ആണ് വേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടി സബ്നെറ്റ് അസോസിയേഷൻ എടുത്തിട്ട് എഡിറ്റ് സബ്നെറ്റ് അസോസിയേഷൻ എടുക്കുക. അവിടെ ഏതിനാണ് നമ്മളിപ്പോൾ റൂട്ട് ടേബിൾ ക്രിയേറ്റ് ചെയ്യുന്നത്? റൂട്ടിംഗ് ക്രിയേറ്റ് ചെയ്യുന്നത് ലാൻ സബ്നെറ്റിനാണ്. അപ്പോൾ ലാൻ സബ്നെറ്റ് സെലക്ട് ചെയ്യുക, എന്നിട്ട് സേവ് അസോസിയേഷൻസ് കൊടുക്കുക. ഇത്രയായി കഴിഞ്ഞിട്ട് പിന്നീട് അതിൻ്റെ തന്നെ ഫസ്റ്റ് ടാബിൽ റൂട്ടിംഗ് ടേബിൾസിൽ ലാൻ സബ്നെറ്റ് റൂട്ടിംഗ് ടേബിൾസിൻ്റെ ഫസ്റ്റ് ടാബ് റൂട്ട്സ് എടുത്തിട്ട് എഡിറ്റ് റൂട്ട്സ് കൊടുക്കുക. എഡിറ്റ് റൂട്ട്സ് കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ കണ്ടില്ലേ, ഇൻറ്റേർണൽ റൂട്ടിംഗ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ നെറ്റ്വർക്കിനകത്ത് തന്നെ റൂട്ടിംഗ് ടാർഗറ്റ് ലോക്കൽ ആണെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള റൂട്ട് ഡെസ്റ്റിനേഷൻ ടാർഗറ്റ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ശരിക്കും ചെയ്യേണ്ടത് ആഡ് റൂട്ടാണ്. അത് ആഡ് റൂട്ട് എങ്ങോട്ടാണ്? ഈ പറഞ്ഞ ലാൻ സബ്നെറ്റിനകത്തുള്ള മെഷീൻസിന് പുറത്ത് ഇൻ്റർനെറ്റിലോട്ട് അതിനാണ് ഇത് 000/0 കൊടുക്കുന്നത്. അതിലോട്ട് പോവുകയാണെങ്കിൽ ഏത് വഴി പോകണമെന്നുള്ളത്, ഗേറ്റ് വേ ഏതാണെന്നുള്ള പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അതിന് നമുക്ക് പറഞ്ഞു കൊടുക്കുന്നത്, ശരിക്കും നമുക്ക് ആ ഫിഗർ നോക്കാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ ഈ പ്രൈവറ്റ് സബ്നെറ്റിനകത്ത്, അതാണ് ലാൻ സബ്നെറ്റ്, ഇതിനകത്തുള്ള മെഷീൻസ് റൂട്ട് ചെയ്യണമെങ്കിൽ ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇവിടെ ഈ സബ്നെറ്റിൽ നിന്ന് ഈ ഫയർവാളിൻ്റെ ലാൻ ഇലാസ്റ്റിക് നെറ്റ്വർക്ക് ഇൻ്റർഫേസ്, ലാൻ ഇൻ്റർഫേസ് വഴിയേ പോകാവുള്ളൂ. ഇവിടെ നിന്ന് ഇങ്ങനൊരു കണക്ഷനും കൂടെ വരും. ഓക്കെ, അതായത് ഈ സബ്നെറ്റിനകത്ത് നിന്ന് ഇവിടെ നിന്ന് ഇങ്ങനൊരു കണക്ഷൻ ഇവൻ്റെ ലാൻ ഇൻ്റർഫേസിലോട്ട് വരും. അപ്പോൾ അതിലോട്ട് വേണം ശരിക്കും കണക്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. പക്ഷേ നമ്മുടെ ഇപ്പോഴത്തെ കേസിൽ അങ്ങനൊരു നമ്മൾ ഈ ഫയർവാളൊന്നും ഡിപ്ലോയ് ചെയ്യാത്തത് കൊണ്ട് ഇങ്ങനൊരു ലാൻ ഇൻ്റർഫേസ് ഒന്നും ഇപ്പോൾ ഇവിടെ ക്രിയേറ്റ് ആയി വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൽക്കാലം നമ്മൾ ഈ ഒരു റൂട്ട് എക്സ്റ്റേണൽ പുറത്തോട്ട് ഇൻ്റർനെറ്റിലോട്ട് പോകാനുള്ള റൂട്ട് ഇപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇവിടെ ഞാൻ തൽക്കാലം അത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇനി നമുക്ക് റൂട്ടിൻ ടേബിൾസ് എടുത്തിട്ട് നമുക്കിനി വാൻ സബ്നെറ്റിൻ്റെ റൂട്ടിൻ ടേബിൾ ക്രിയേറ്റ് ചെയ്യാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പേര് കൊടുക്കുകയാണ്, വാൻ സബ്നെറ്റ് റൂട്ട് എന്നും പറഞ്ഞിട്ട്. സെലക്ട് VPC, നമ്മുടെ ഈ 40 VPC തന്നെ സെലക്ട് ചെയ്തു. ക്രിയേറ്റ് അതിൻ്റെ റൂട്ടിൻ ടേബിൾ, വാൻ സബ്നെറ്റിൻ്റെ റൂട്ടിൻ ടേബിൾ ക്രിയേറ്റ് ചെയ്തു. സബ്നെറ്റ് അസോസിയേഷൻ അതുപോലെ തന്നെ ലാനും ചെയ്ത പോലെ തന്നെ വാൻ സബ്നെറ്റ് പറഞ്ഞു കൊടുത്തു. എന്നിട്ട് എഡിറ്റ് റൂട്ട്സ് എടുത്തു. അപ്പോൾ ഇവനും ഇൻറ്റേർണൽ റൂട്ട് ഓൾറെഡി ഡിഫൈൻഡ് ആണ്. നമുക്കിനി പുറത്തോട്ട് ഇൻ്റർനെറ്റിലോട്ട് വാൻ സബ്നെറ്റിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പബ്ലിക് സബ്നെറ്റ്, അതിനാണ് വാൻ എന്ന് പറയുന്നത്. പബ്ലിക് സബ്നെറ്റിനകത്തുള്ളവർക്ക് പുറത്തോട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഏത് വഴി പോകണമെന്നാണ് നമ്മൾ പറയാൻ പോകുന്നത്? ഒരു ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി ഉണ്ടല്ലേ. ഈ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി ഇതിനകത്തുള്ളവർക്ക് കമ്മ്യൂണിക്കേഷൻ പോകുന്നതിന് വേണ്ടിയിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ടാർഗറ്റ് ഏത് വഴി പോകണമെന്നുള്ളത് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ സെലക്ട് ചെയ്ത് കൊടുത്തു. അവിടെ നിന്ന് ഇൻ്റർനെറ്റ് ഗേറ്റ് വേയിൽ നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത് ഇൻ്റർനെറ്റ് ഗേറ്റ് വേ കുറച്ച് മുമ്പ് അത് സെലക്ട് ചെയ്തിട്ട് സേവ് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇനി ഈ പബ്ലിക് സബ്നെറ്റിനകത്തുള്ള കമ്പോണൻസിന് ആർക്കെങ്കിലും ഇൻ്റർനെറ്റ് ആക്സസ് വേണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ വഴി ആക്സസ് കിട്ടിക്കോളും. ഓക്കെ, അപ്പോൾ നമ്മൾ വാൻ സബ്നെറ്റിൻ്റെ റൂട്ടിൻ ടേബിൾ പറഞ്ഞു കൊടുത്തു. റൂട്ട് ടേബിൾസിൽ വാൻ സബ്നെറ്റിനെ പറഞ്ഞു കൊടുത്തു. ലാൻഡത് ആ പുറത്തോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ്റെ ഇത് പെൻഡിങ് ആണ്, നമുക്ക് ഇനി അത് വഴിയേ ചെയ്യാം. നെക്സ്റ്റ് സ്റ്റെപ്പ് നമുക്ക് വേണ്ടത് ഈ പബ്ലിക് സബ്നെറ്റിലുള്ള, അതായത് വാൻ സബ്നെറ്റിലുള്ള ഈ ഒരു കമ്പോണൻ്റ്, അതായത് ജെം സെർവർ, അത് പുറത്തുനിന്ന് ഒരു യൂസറിന് ആദ്യം കണക്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെർവർ, അതിനാണ് ജെം സെർവർ എന്ന് പറയുന്നത്. കണ്ടില്ലേ, യൂസേഴ്സ് ആദ്യം ഇതിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് പിന്നീട് വേണമെങ്കിൽ ഇനി ഇൻറ്റേർണൽ സബ്നെറ്റിലുള്ള പ്രൈവറ്റ് സബ്നെറ്റിലുള്ള വെബ് സെർവറിലോട്ടൊക്കെ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ഇൻറ്റേർണലി. അപ്പോൾ ഇവനെ നമുക്ക് ആദ്യം ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവനെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇവനൊരു പബ്ലിക് IP അഡ്രസ്സ് കിട്ടും. അപ്പോൾ അതിലോട്ട് നമുക്ക് പുറത്തു നിന്നുള്ള ആക്സസ് പോസിബിളാണ്. അപ്പോൾ നമുക്ക് പബ്ലിക് സബ്നെറ്റിൽ ജെം സെർവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്ന് നോക്കാം.
അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം EC2 ഇൻസ്റ്റൻസിൻ്റെ സർവീസിൻ്റെ അത് ഞാനൊരു ടാബിൽ ഓപ്പൺ ചെയ്തു. ഇപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്നതെല്ലാം ഫോർ എക്സാമ്പിൾ നോർത്ത് വെർജീനിയ റീജിയനിലാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള റീജിയൻ സെലക്ട് ചെയ്ത് ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിൽ ഞാൻ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുകയാണ്. ലോഞ്ച് ഇൻസ്റ്റൻസിൽ ഞാനിവിടെ പേര് ജം സെർവർ എന്ന് തന്നെ കൊടുക്കാം മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്. ജം സെർവർ എന്ന് കൊടുത്തു. നമുക്ക് ഇൻസ്റ്റൻസ് ഇപ്പോൾ ആമസോൺ ലിനക്സ് തന്നെ മതി ഈ ഒരു പർപ്പസിന് വേണ്ടിയിട്ട്. ഫ്രീ ടയർ എലിജിബിൾ ആയിട്ടുള്ള ഇൻസ്റ്റൻസാണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ, ഫ്രീ ടയറിന് പുറത്തുള്ള മറ്റേതെങ്കിലും ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻസ് OSO അതുപോലെ വേറെ ഹാർഡ്വെയർ പിന്നെ T2 മൈക്രോ എന്നുള്ളത് മാറ്റി വേറെ ഏതെങ്കിലും കപ്പാസിറ്റി സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഫ്രീ ടയർ ലിമിറ്റിൽ ചിലപ്പോൾ നിൽക്കില്ല. അപ്പോൾ അതനുസരിച്ചുള്ള പ്രൈസിങ് എത്രയാണെന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്തോണം. ഓക്കെ, അപ്പോൾ ഞാനിപ്പം ബൈ ഡിഫോൾട്ട് ആയിട്ടുള്ള ആമസോൺ ലിനക്സ് 2023 തന്നെ എടുത്തു. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റൻസ് ടൈപ്പ് സെലക്ട് ചെയ്യുന്നത് T2 മൈക്രോ തന്നെ മതി. ജം സെർവറിന് അതിൻ്റെ ആവശ്യമുള്ളൂ. കീ പെയർ ഞാനൊരു കീ പെയർ ഇപ്പം ക്രിയേറ്റ് ചെയ്യുകയാണ്. ഞാനിപ്പോൾ ഇവിടെ 40 VPC കീ എന്നും പറഞ്ഞിട്ട് ഞാനൊരു കീ പെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. .pem ആയിട്ട് തന്നെ ഞാനിപ്പം സെലക്ട് ചെയ്യുകയാണ്. പിന്നെ നമുക്ക് പുട്ടി ഉപയോഗിച്ചിട്ട് നമുക്കത് കൺവെർട്ട് ചെയ്യാം പുട്ടിയിൽ ഉപയോഗിക്കാനായിട്ട്. എന്നിട്ട് ഞാനിവിടെ ക്രിയേറ്റ് കീ പെയർ കൊടുത്തു അല്ലേ. ആ കീ പെയർ എടുത്ത് ഞാൻ ഇവിടെ ഡെസ്ക്ടോപ്പിൽ ഞാനൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതിനകത്ത് കൊണ്ടുവന്ന് ഇട്ടു. ഓക്കെ, 40 VPC കീ എന്നും പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇനി ബാക്കി അപ്പോൾ കീ ക്രിയേറ്റ് ചെയ്തു. നെറ്റ്വർക്ക് സെറ്റിങ്സ്, അപ്പോൾ നെറ്റ്വർക്ക് സെറ്റിങ്സിൽ വന്നിട്ട് എഡിറ്റ് കൊടുത്തു. നമ്മുടെ VPC ആക്കി കൊടുക്കണം. 40 VPC നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരുന്ന 40 VPC ആക്കി കൊടുത്തു. അതിൽ നമുക്ക് എവിടെയാണ് ഇപ്പോൾ ജം സെർവർ ക്രിയേറ്റ് ചെയ്യേണ്ടത്? ലാനിലല്ല, നമുക്ക് വാൻ സബ്നെറ്റിലാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. എങ്കിൽ മാത്രമേ പുറത്തുനിന്നുള്ള ആക്സസ് കിട്ടുകയുള്ളൂ. നമുക്ക് റൂട്ടിങ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത് വാനിന് വേണ്ടിയിട്ടാണ് പുറത്തുനിന്നുള്ള ഇൻ്റർനെറ്റ് ആക്സസ് പോസിബിൾ ആയിരിക്കുന്നത്. അപ്പം നമുക്ക് ഈ വാൻ സബ്നെറ്റ് പറഞ്ഞു കൊടുക്കണം. പബ്ലിക് സബ്നെറ്റാണ് ഇവിടെ വാൻ സബ്നെറ്റ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സബ്നെറ്റ് ഞാൻ ലാൻ ബൈ ഡിഫോൾട്ട് കിടന്ന് മാറ്റി വാൻ ആക്കി. ഇവിടെ ഈ കാര്യം ശ്രദ്ധിക്കണം, ഓട്ടോ അസൈൻ പബ്ലിക് IP എന്നുള്ളത് ഡിസേബിൾ ആയിരിക്കും ബൈ ഡിഫോൾട്ട്. അങ്ങനെയാണെങ്കിൽ എനേബിൾ ആക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇവിടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് കൂടെ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം. സെക്യൂരിറ്റി ഗ്രൂപ്പ് ഇപ്പോൾ ക്രിയേറ്റ് ന്യൂ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഞാൻ കൊടുക്കുകയാണ്. നമുക്കതിന് പുതിയൊരു സെക്യൂരിറ്റി നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. ഇപ്പം ജം സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാം എളുപ്പം അറിയുന്നതിന് വേണ്ടിയിട്ട്. ജം സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്നും പറഞ്ഞ് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തു. ഇവിടെ ഇപ്പം എന്തെങ്കിലും ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ജം സെർവർ എന്ന് പറഞ്ഞാൽ ഞാനിങ്ങനെ കൊടുത്തു. ഏതൊക്കെ പ്രോട്ടോക്കോൾസ് ആണ് എവിടെ നിന്നൊക്കെയാണ് അലോ ചെയ്യേണ്ടതെന്നുള്ളതാണ്. നമുക്ക് എന്തായിരുന്നാലും SSH ആക്സസ് പ്രൈമറിലി നമുക്ക് ആവശ്യമാണ്. കാരണം യൂസേഴ്സ് മിക്കവാറും SSH വഴിയായിരിക്കും അതിലോട്ട് ലോഗിൻ ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഒരു ലിനക്സ് ഇൻസ്റ്റൻസ് ആണ് ഇപ്പോൾ ഇവിടെ ജം സെർവറിനായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നത്. T2 മൈക്രോ കപ്പാസിറ്റിയും ഇവിടെ ആമസോൺ ലിനക്സ് ഇൻസ്റ്റൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, തൽക്കാലം എനിക്ക് SSH മാത്രം മതി ഇവിടെ ജം സെർവറിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട്. അപ്പം ഞാൻ അത് മാത്രമേ ഇപ്പോൾ കൊടുക്കുന്നുള്ളൂ. പിന്നീട് വേണമെങ്കിൽ മറ്റേതെങ്കിലും വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം സോഴ്സ് ഇനി വേറെ എവിടെ നിന്ന് വേണമെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ കൊടുക്കുകയാണ്. ഇവിടെ റൂട്ട് ഓളിയും GP3യുടെ ആവശ്യമില്ല, ഞാൻ GP2 സെലക്ട് ചെയ്ത് കൊടുത്താലും മതി. ഓക്കെ, ഞാനിപ്പോൾ മാറ്റുന്നില്ല, GP3 ബൈ ഡിഫോൾട്ട് തന്നെ കിടക്കട്ടെ. എന്നിട്ട് ഞാൻ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇൻസ്റ്റൻസ് സക്സസ്ഫുള്ളി ലോഞ്ച് ആയിരിക്കുകയെന്ന് മെസ്സേജ് വന്നു. ഇപ്പോൾ വ്യൂ ഓൾ ഇൻസ്റ്റൻസ് കൊടുത്തു കഴിഞ്ഞാൽ എനിക്കിവിടെ കണ്ടില്ലേ, ഇപ്പം ജം സെർവർ അത് ഇൻസ്റ്റൻസ് സ്റ്റേറ്റ് പെൻഡിങ് ആണ്. അപ്പോൾ ഒരു മിനിറ്റ് 1-2 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റെഡിയായി കാണിക്കും. അപ്പോൾ റെഡിയായ ശേഷം നമുക്ക് അതിലോട്ടൊന്ന് ലോഗിൻ ചെയ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യം. അപ്പോൾ ഒന്ന് സ്കിപ്പ് ചെയ്ത ശേഷം നമുക്ക് റിസ്യൂം ചെയ്യാം വീഡിയോ. ഓക്കെ, അപ്പോൾ ഈ സെർവർ ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലായിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് എങ്ങനെ SSH വഴി കണക്ട് ചെയ്യാമെന്നുള്ള കാര്യം ഇനി നോക്കി മനസ്സിലാക്കാം. അപ്പോൾ ഈ സെർവർ സെലക്ട് ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിനൊരു പബ്ലിക് IPയും ഒരു പ്രൈവറ്റ് IPയും അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ കണക്ട് ചെയ്യേണ്ട മെത്തേഡ്സ് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ കണക്ട് എന്ന് പറഞ്ഞ ബട്ടൺ സെലക്ട് ചെയ്യുക. അപ്പോൾ ഇവിടെ ഒരു 4 ടൈപ്സ് ഓഫ് കണക്ഷൻസ് ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വേണ്ടത് SSH ക്ലയൻറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഒരു SSH ക്ലയൻറ്റ് ഉപയോഗിച്ച് കണക്ട് ചെയ്യാൻ വേണ്ട കമാൻഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമ്മൾ കമാൻഡ് ലൈനിൽ നിന്നാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ. പക്ഷേ നമുക്കിപ്പോൾ വേറൊരു യൂട്ടിലിറ്റി വഴി നമുക്ക് കണക്ട് ചെയ്യാം. പുട്ടിയോ അല്ലെങ്കിൽ അതുപോലുള്ള വേറെ യൂട്ടിലിറ്റി നിങ്ങൾക്ക് പറഞ്ഞു തരാം, കുറച്ചുകൂടി എളുപ്പം യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അതിന് വേണ്ടത് എന്തായിരുന്നാലും ഈ ഒരു കീ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഒരു പബ്ലിക് IPയും ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യേണ്ടത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് പുട്ടിയല്ല, അതിന് പകരം MobaXTime എന്നും പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉണ്ട്. അപ്പോൾ MobaXTimeൻ്റെ അഡ്വാൻറ്റേജ് ഇതിൽ മൾട്ടിപ്പിൾ പ്രോട്ടോക്കോൾസ് സപ്പോർട്ട് ചെയ്യും, മൾട്ടിപ്പിൾ ടാബ്സും സപ്പോർട്ട് ചെയ്യും. അപ്പോൾ ഇതാണ് കുറച്ചുകൂടെ കൺവീനിയൻസ് നമുക്ക്
വർക്ക് ചെയ്യുന്ന സമയത്ത് ഉപയോഗിക്കാനായിട്ട് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് മൊബൈൽ എക്സ്റ്റം ഡൗൺലോഡ് ചെയ്തിട്ട് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. എൻ്റെ സൈറ്റിൽ ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലിങ്ക് കിട്ടും. അതിൽ സെഷൻസ് എടുക്കുക, അതിൽ പല മൾട്ടിപ്പിൾ പ്രോട്ടോക്കോൾ സപ്പോർട്ട് ചെയ്യും. ഇതിൽ SSH എടുക്കുക, SSHൽ നമ്മുടെ ഹോസ്റ്റ് നെയിം അതിൻ്റെ IP പറഞ്ഞു കൊടുക്കുക. ജെം സെർവറിൻ്റെ ഇവിടുത്തെ പബ്ലിക് IP ഞാനിപ്പോൾ ഇവിടെ കോപ്പി ചെയ്തു, അതിവിടെ റിമോട്ട് ഹോസ്റ്റിൻ്റെ ഇവിടെ കൊടുത്തു. യൂസർ നെയിം സ്പെസിഫൈ ചെയ്ത് കൊടുക്കുക. യൂസർ നെയിം വന്നിട്ട് EC2-യൂസറാണ് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് അഡ്വാൻസ്ഡ് SSH സെറ്റിങ്സ് എടുത്തിട്ട് ഇവിടെ യൂസ് പ്രൈവറ്റ് കീ ഉണ്ട്, അത് സെലക്ട് ചെയ്യുക, ടിക്ക് ഇടുക. എന്നിട്ട് ഇവിടെ ബ്രൗസ് ചെയ്തിട്ട് നമ്മൾ ആ ഡെസ്ക്ടോപ്പിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു PM ഫയൽ, ആ ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഒരു PM ഫയൽ ഇവിടെ ഓപ്പൺ ചെയ്ത് കൊടുക്കുക, സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇവിടെ ബുക്ക് മാർക്ക് സെറ്റിങ്സ് എടുത്തിട്ട് ഈ ഒരു കണക്ഷൻ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. ഇപ്പോൾ 40 ജെം സെർവറിന് ഞാനിപ്പോൾ ഒരു പേര് കൊടുത്തു, എന്നിട്ട് സേവ് ചെയ്തു. ഓക്കെ, കണ്ടില്ലേ, അതിവിടെ സേവ് ആയിട്ടുണ്ട്. അപ്പോൾ കണക്ഷനും എസ്റ്റാബ്ലിഷ് ആയിട്ടുണ്ട്, കണ്ടില്ലേ. ഇപ്പോൾ ആ ഒരു ജെം സെർവറിലോട്ട് ഇപ്പോൾ ഞാൻ പുറത്തുനിന്ന് ഇപ്പോൾ ഈ യൂസർ ആയിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ജെം സെർവറിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുകയാണ്. നിങ്ങൾക്ക് പുട്ടി ഉപയോഗിച്ചിട്ടും ഇതുപോലെ കണക്ട് ചെയ്യാൻ പറ്റും. പുട്ടി ഒരു ചെറിയ യൂട്ടിലിറ്റിയാണ്, മുമ്പ് മുതൽ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ പുട്ടി ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ആ ഒരു PM ഫയലിനെ പുട്ടി കീജൻ എന്ന് പറഞ്ഞൊരു യൂട്ടിലിറ്റി ഉപയോഗിച്ച് PPK ഫയലായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് വേണം നിങ്ങൾ വിൻഡോസിൽ നിന്ന് കണക്ട് ചെയ്യുകയാണെങ്കിൽ, പുട്ടി ഉപയോഗിച്ച് കണക്ട് ചെയ്യുകയാണെങ്കിൽ ചെയ്യേണ്ടത്. അപ്പം ഈ ഒരു യൂട്ടിലിറ്റി മൊബൈൽ എക്സ്റ്റം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ എളുപ്പത്തിന് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഹാൻഡി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് പറ്റുമെങ്കിൽ ഇതൊന്ന് യൂസ് ചെയ്ത് നിങ്ങൾ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ കുറച്ചുകൂടി എളുപ്പമുണ്ട്. ഇതിൽ മൾട്ടിപ്പിൾ ടാബ്സും സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, വേറെയും ടാബ്സ്. അപ്പോൾ ഈ ഒരു ടാബിന് നിങ്ങൾക്ക് വേണം ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്, കുറച്ചുകൂടി ഹാൻഡിയാണ് വർക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇത്രയും കാര്യങ്ങളിപ്പോൾ ചെയ്തു. നമ്മൾ ഒരു VPC ക്രിയേറ്റ് ചെയ്തു, 2 സബ്നെറ്റ്സ് പ്രൈവറ്റും പബ്ലിക്കും സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്തു, സെക്യൂരിറ്റി ഗ്രൂപ്പ് നമ്മൾ ഈ ഒരു ജെം സെർവർ ക്രിയേറ്റ് ചെയ്തു, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് നമുക്ക് ഈ ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാം. നമുക്ക് ഈ ഒരു പ്രൈവറ്റ് സബ്നെറ്റിനകത്ത്, ലാൻഡ് സബ്നെറ്റിനകത്ത് ഈ ഒരു വെബ് സെർവർ ക്രിയേറ്റ് ചെയ്യാം. അതിലോട്ട് ഈ ജെം സെർവറിൽ നിന്ന് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നോ എന്ന് നമുക്ക് നെക്സ്റ്റ് നോക്കി മനസ്സിലാക്കാം, നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു പ്രൈവറ്റ് സബ്നെറ്റിനകത്ത് ഈ ഒരു വെബ് സെർവർ നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും AWSൻ്റെ ആ ഒരു EC2 ഇൻസ്റ്റൻസ് എടുത്തു, ആ ഒരു സ്ക്രീൻ എടുത്തിട്ട് അവിടെ നമ്മൾ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുത്തു. അവിടെ ഞാൻ പേര് കൊടുക്കുകയാണ് വെബ് സെർവർ പ്രൈവറ്റ് എന്ന് പറഞ്ഞിട്ട്, കാരണം അത് പ്രൈവറ്റ് സബ്നെറ്റിലാണല്ലോ വരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ഒരു പേര് കൊടുത്തു. നമുക്കവിടെ നമുക്ക് വേണമെങ്കിൽ ഉബുണ്ടു സെലക്ട് ചെയ്യാം. ഇപ്രാവശ്യം ഉബുണ്ടു ഞാൻ സെലക്ട് ചെയ്തു. ഫ്രീ ടിയർ എലിജിബിൾ ആയിട്ടുള്ള ഒരു എഡിഷൻ ഞാൻ സെലക്ട് ചെയ്തു. അതിനുശേഷം കപ്പാസിറ്റി T2 മൈക്രോ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കീ പെയർ നമുക്ക് നേരത്തെ സെയിം കീ പെയർ തന്നെ നമുക്ക് ഇപ്പോഴും യൂസ് ചെയ്യാം. അല്ലാതല്ല വേണമെങ്കിൽ നിങ്ങൾക്ക് പുതിയത് ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ ആ ഒരു സെയിം ലാസ്റ്റ് ടൈം ഈ ഒരു ജെം സെർവർ മെഷീൻ യൂസ് ചെയ്ത അതേ കീ പെയർ തന്നെ ഇതിന് യൂസ് ചെയ്തു ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. നെറ്റ്വർക്ക് സെറ്റിങ്സ് എഡിറ്റ് ചെയ്തിട്ട് നമ്മുടെ VPC സെലക്ട് ചെയ്ത് കൊടുക്കുക. അവിടെ സബ്നെറ്റ് വന്നിട്ട് ലാൻഡ് സബ്നെറ്റ് തന്നെയാണ് വേണ്ടത് നമുക്ക്, കാരണം ആ ഒരു ലാൻഡ് സബ്നെറ്റിനകത്താണ് നമ്മൾ പ്രൈവറ്റ് സബ്നെറ്റിനകത്താണ് ഇത് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അത് സെലക്ട് ചെയ്ത് കൊടുത്തു. നമുക്കിവിടെ പബ്ലിക് IP വേണ്ട, പബ്ലിക് IPയുടെ ആവശ്യമില്ല. എന്തായാലും പബ്ലിക് IP ഉണ്ടെങ്കിൽ നമ്മൾ റൂട്ടിംഗ് പറഞ്ഞു കൊടുത്തിട്ടില്ല ഇതിന് ഇൻ്റർനെറ്റിലോട്ട്, അല്ലേ. അപ്പോൾ പബ്ലിക് IP ഞാൻ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. സെലക്ട് സെക്യൂരിറ്റി ഗ്രൂപ്പ് വന്നിട്ട് നമുക്ക് പുതിയ ഒന്ന് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത് വെബ് സെർവർ, ഒരു പേര് കൊടുക്കാം, വെബ് സെർവർ സെക്യൂരിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് ഒരു പേര് കൊടുത്തു. ഡിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ജെം സെർവറിലോട്ട് പുറത്തുനിന്ന് SSH ചെയ്യണം, പിന്നീട് ജെം സെർവറിൽ നിന്ന് ഇതിലോട്ട് SSH ചെയ്യാൻ പറ്റണം, അല്ലേ. അപ്പോൾ ജെം സെർവറിൽ നിന്ന് ഇതിലോട്ട് SSH ചെയ്യാൻ പറ്റിയാൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ടൈപ്പ് SSH തന്നെ ഇവിടെ കൊടുത്തു. അതിനുശേഷം എനിവെയർ എന്നുള്ളത് മാറ്റിയിട്ട് ഞാനിവിടെ കസ്റ്റം ആക്കി കൊടുത്തു. അവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ്, മുമ്പ് നമ്മൾ ജെം സെർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് ഏതാണ് പറഞ്ഞു കൊടുത്തിരുന്നത്, അതായത് ഈ ജെം സെർവർ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമ്മൾ അവിടെ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കണക്ഷൻ കിട്ടിയാൽ മതി, അലോ ചെയ്താൽ മതി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കസ്റ്റം എടുത്തിട്ട് ജെം സെർവറിൽ നിന്നുള്ള അവിടെ നിന്ന് ഇങ്ങോട്ട് എനേബിൾ ചെയ്താൽ മതി SSH, അപ്പം അലോ ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ ഞാൻ അത് ഇങ്ങനെ കാണിച്ചു കൊടുത്തു. ആ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങോട്ട് വന്നാൽ മതി എന്നുള്ളത് ഇത്രയും ചെയ്ത് കൊടുത്തു, അല്ലേ. പിന്നീട് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പിങ്ങും കൂടെ ഒന്ന് ICMP പ്രോട്ടോക്കോളും കൂടെ നമുക്ക് എനേബിൾ ചെയ്യാം. കാരണം നമുക്ക് ഈ ജെം സെർവറിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കണമെങ്കിൽ അങ്ങനെ എന്തെങ്കിലും എനേബിൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആ ഒരു ICMP പ്രോട്ടോക്കോളും കൂടെ ഞാൻ ഒന്ന് എനേബിൾ ചെയ്യുകയാണ്. അത് നമുക്ക് കസ്റ്റം കൊടുത്തിട്ട് നമുക്ക് ഇവിടുന്ന് ആ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിൽ നിന്ന് തന്നെ
ജം സെർവറിൽ നിന്ന് നമുക്ക് ചെയ്താൽ മതി എന്നുള്ള ഇതിൽ ഞാൻ ICMP പിങ് ചെയ്ത് നോക്കാനുള്ള അതും കൂടെ അലോ ചെയ്ത് കൊടുത്തു. ബാക്കിയെല്ലാം ബൈ ഡിഫോൾട്ട് തന്നെ മതി. ഇതിന് 8 തന്നെ മതി സൈസൊക്കെ. നമുക്ക് ജസ്റ്റ് ഒരു അപ്പാഷ എന്തെങ്കിലും നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുള്ളൂ ഒരു വെബ് സെർവർ ഒന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇത്രയും ചെയ്ത ശേഷം ഞാനിപ്പോൾ ഇവിടെ ലോഞ്ച് ഇൻസ്റ്റൻസ് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഇൻസ്റ്റൻസ് ഒന്ന് ലോഞ്ചായി റെഡി ആയിട്ട് വരട്ടെ. നമുക്കത് കഴിഞ്ഞിട്ട് വീഡിയോ ഇനി റിസ്യൂം ചെയ്യാം. വ്യൂ ഓൾ ഇൻസ്റ്റൻസ് കൊടുത്തു. ഇതുവരെ റണ്ണിങ് സ്റ്റേറ്റിലായിട്ടില്ല. പ്രൈവറ്റ് വെബ് സെർവർ ഇപ്പം പെൻഡിങ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഒരു മിനിറ്റ് ഒന്ന് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു വീഡിയോ റെസ്യൂം ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെബ് സെർവർ ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്തത് ഇപ്പോൾ റണ്ണിങ് സ്റ്റേറ്റിലായിട്ടുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടത് ഡയഗ്രാമാറ്റിക്കലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമുക്ക് പുറത്തുനിന്ന് ഈ ജം സെർവറിലോട്ട് നമുക്ക് SSH ചെയ്ത് ലോഗിൻ ചെയ്യണം. പിന്നീട് ഇവിടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇവിടെ നമുക്ക് ഒരു പ്രൈവറ്റ് കീ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ. അത് നമ്മൾ ഇത് രണ്ടിനും സെയിം തന്നെയാണ് ഇപ്പം സെലക്ട് ചെയ്തിരിക്കുന്നത് ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത്. അപ്പം പുറത്ത് നിന്ന് നമ്മൾ ആ ഒരു കീ നമ്മുടെ ഈ മൊബൈൽ എക്സ്റ്റൈമിൽ ഞാനിപ്പോൾ ഇവിടെ നിന്ന് ലോഗൗട്ട് ചെയ്യാം. നമ്മൾ ആ കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് ഇങ്ങനൊരു കണക്ഷൻ നമ്മൾ ഈ SSH ഈ ജം സെർവറിലോട്ട് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് SSH ചെയ്തത്. അപ്പോൾ അതേ സെയിം കീ തന്നെ ഈ ജം സെർവറിനകത്തും വേണം. എന്നാൽ മാത്രമേ ഇവിടെ നിന്ന് നമ്മൾ ഇങ്ങോട്ട് SSH ചെയ്യാൻ പറ്റുള്ളൂ വെബ് സെർവറിലോട്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യം ഈ ജം സെർവറിലോട്ട് ഞാൻ ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ജം സെർവറിലോട്ട് ഞാനിപ്പോൾ ലോഗിൻ ചെയ്തു. നമുക്ക് ആ ഒരു കീ നമുക്കിവിടെ ക്രിയേറ്റ് ചെയ്യാം. ഞാനിപ്പം നാനോ എന്ന് പറഞ്ഞ കമാൻഡ് എഡിറ്റർ എടുത്തിട്ട് നമുക്ക് വെബ് സെർവർ .pm എന്നും പറഞ്ഞിട്ട് ഞാനൊരു കീ ഇവിടെ നമുക്ക് ആ ഒരു സെയിം കീ നമുക്കതിവിടെ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ഞാനത് ഓപ്പൺ ചെയ്തു. എന്നിട്ട് നോട്ട് പാഡ് ഓപ്പൺ ചെയ്തിട്ട് ഫുൾ അതുപോലെ സെലക്ട് ചെയ്തു. Ctrl+C അടിച്ച് കോപ്പി ചെയ്തു. എന്നിട്ട് ഇതിനകത്ത് കൊണ്ടുവന്നു മൗസ് റൈറ്റ് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് പേസ്റ്റായി. എന്നിട്ട് Ctrl+O അടിച്ചു കഴിഞ്ഞാൽ നാനോ എഡിറ്ററിൽ ഫയൽ റൈറ്റ് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ഞാൻ എൻ്റർ അടിക്കുകയാണ്. എന്നിട്ട് Ctrl+X അടിച്ചു കഴിഞ്ഞാൽ എക്സിറ്റ് ആവും. അപ്പോൾ ഞാൻ ആ സെയിം കീ ഇവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്തു. ഇനി ഈ കീ നമുക്ക് അതിൻ്റെ പെർമിഷൻ ഒന്ന് ചേഞ്ച് ചെയ്യണം. കണ്ടില്ലേ. അപ്പോൾ നമുക്ക് sudo chmod 400 എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് വെബ് സെർവർ ഓക്കെ ഇപ്പോൾ കറക്റ്റ് പെർമിഷനിലായിട്ടുണ്ട്. അത് chmod കമാൻഡ് ഉപയോഗിച്ചിട്ട് ഞാനതിൻ്റെ പെർമിഷനും ചേഞ്ച് ചെയ്തു. ഇനി നമ്മൾ ഓൾറെഡി ഇപ്പോൾ എവിടെയാണ് നമ്മൾ നിൽക്കുന്നത്? ഈ ജം സെർവറിലോട്ട് ലോഗിൻ ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പിങ് ചെയ്ത് നോക്കാം വെബ് സെർവറിലോട്ട് കണക്ടിവിറ്റി ഉണ്ടോ എന്നുള്ള കാര്യം ആദ്യം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെബ് സെർവറിൻ്റെ ഇതിന് പ്രൈവറ്റ് IP ഉള്ളൂ, പബ്ലിക് IP ഇല്ല. കണ്ടില്ലേ. അപ്പോൾ ഈ വെബ് സെർവറിൻ്റെ പ്രൈവറ്റ് IP ഞാനൊന്ന് കോപ്പി ചെയ്തു. എന്നിട്ട് ഇവിടെ നിന്നിട്ട് നമുക്ക് പിങ് ചെയ്ത് നോക്കാം വെബ് സെർവറിലോട്ട് കണക്ടിവിറ്റി ഉണ്ടോ എന്ന്. കണക്ടിവിറ്റി ഉണ്ട്. കണ്ടില്ലേ, കണക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ നമുക്കിനി അതിലോട്ട് കണക്ട് ചെയ്യുന്നതിന് എന്താണ് വേണ്ടത്? ഇവിടെ നിന്ന് നമുക്ക് കണക്ട് ടാബ് അടിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞു തരും എങ്ങനെ കണക്ട് ചെയ്യണമെന്ന്. സെയിം ഈ കമാൻഡ് തന്നെ ഉപയോഗിച്ചാൽ മതി. SSH-i ആ കീ. പിന്നെ ഉബുണ്ടു മെഷീനാണ് നമ്മളിപ്പോൾ ലോഞ്ച് ചെയ്തത്. അപ്പോൾ യൂസർ ഉബുണ്ടു ആണ് ആ ഒരു പ്രൈവറ്റ് IP അഡ്രസ്സിലോട്ട് നമ്മളിവിടെ നിന്ന് എടുത്തു. അതേ കമാൻഡ് ഇവിടെ കോപ്പി ചെയ്താൽ മതി. പക്ഷേ ഈ പാത്തിൽ ഈ കീ ഉണ്ടായിരിക്കണം. അപ്പോൾ ആ കീ പേര് മാറ്റി നമ്മളിപ്പോൾ എന്താണ് ക്രിയേറ്റ് ചെയ്തത്? ഞാനിപ്പോൾ മാനുവലി നാനോ എഡിറ്റർ വെച്ചിട്ട് വേറൊരു പേരിലാണ് അത് ക്രിയേറ്റ് ചെയ്തത് അല്ലേ. അപ്പോൾ ആ പേരിവിടെ കൊടുക്കാം നമുക്ക്. അത്രയും കൊടുത്തു. എന്നിട്ട് നമുക്ക് എൻ്റർ ചെയ്യുക. അപ്പോൾ കണക്ഷൻ ആവുന്നുണ്ടോ എന്ന് നോക്കാം. എസ് കൊടുക്കുക. കണ്ടില്ലേ, ഇപ്പോൾ കണക്റ്റായി. ഇപ്പോൾ നമ്മൾ എങ്ങോട്ടാണ് കണക്റ്റ് ആയത്? നമ്മൾ ഈ വെബ് സെർവറിലോട്ടാണ് ഇപ്പോൾ കണക്റ്റ് ആയത്. ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുകയാണ് നമ്മൾ SSH ചെയ്തിട്ട്. ആദ്യം നമ്മൾ പുറത്തുനിന്ന് ഇവിടെ ജം സെർവറിൽ കണക്റ്റായി. പിന്നീട് അവിടെ നിന്ന് വെബ് സെർവറിലോട്ട് കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഈ വെബ് സെർവറിൽ നിന്നുകൊണ്ട് പുറത്തോട്ട് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടോ എന്നൊന്ന് നോക്കാം. ഒന്ന് പിങ് ചെയ്ത് നോക്കാം. പിങ് ഞാൻ 8.8.8 ഒന്ന് പിങ് ഗൂഗിളിൻ്റെ DNS സെർവറിലോട്ട് ഒന്ന് പിങ് ചെയ്ത് നോക്കിയാണ്. കണ്ടില്ലേ, പുറത്ത് ഇൻ്റർനെറ്റിലോട്ട് ആക്സസ് ഇല്ല. പക്ഷേ അതേസമയം നമുക്ക് ഈ ഒരു 40 സെർവറിലോട്ട് ഞാൻ ഒന്ന് കണക്ട് ചെയ്യുകയാണ്. ഇപ്പോൾ പുതിയൊരു ടാബിൽ അത് ഒന്നുകൂടെ കണക്ട് ചെയ്യുകയാണ്. അതായത് നമ്മളിപ്പോൾ ഇങ്ങോട്ട് വെറുതെ വീണ്ടും പുറത്തുനിന്ന് ഇങ്ങോട്ടൊരു കണക്ഷൻ ഇവിടോട്ട് കയറുകയാണ്. ഇപ്പോൾ ജം സെർവറിലോട്ട് അത് പുതിയൊരു ടാബിൽ ഞാൻ ചെയ്തതേ ഉള്ളൂ. അപ്പം ഇവിടെ നിന്ന് നമുക്ക് ഇൻ്റർനെറ്റിലോട്ട് കണക്ഷൻ ഉണ്ടോ എന്നൊന്നുകൂടെ നോക്കാം. കണ്ടില്ലേ, ഇവിടെ നമുക്ക് കണക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ റൂട്ടിംഗ് ടേബിളിൽ ഇൻ്റർനെറ്റ് ഗേറ്റ് വേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പുറത്തോട്ടുള്ള കണക്ഷന് വേണ്ടിയിട്ട്, അതുവഴി പോകാനായിട്ട്. കാരണം ഇത് പബ്ലിക് സബ്നെറ്റിലുമാണ്. അപ്പോൾ ഇപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പുറത്ത് നിന്ന് നമ്മൾ ഇങ്ങോട്ട് കണക്ട് ചെയ്തു. അപ്പോൾ ഇവന് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ട്, പുറത്തോട്ട് കണക്ഷൻ ഉണ്ട്. പക്ഷേ വെബ് സെർവറിന് ഇൻ്റർനെറ്റ് ആക്സസ് ഇല്ല. വെബ് സെർവറായിട്ട് യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ച ഈ ഒരു സെർവറിന്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇപ്പോൾ ഒരു വെബ് സെർവർ
യൂട്ടിലിറ്റി ആപ്ലിക്കേഷൻ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ മോസ്റ്റ് കോമൺലി നമ്മൾ അപ്പാഷയോ അങ്ങനെ എന്തെങ്കിലും ഒരു വെബ് സെർവർ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം. പക്ഷേ അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ ഇൻ്റർനെറ്റ് ആക്സസ് ഇവനെ ഉണ്ടായിരിക്കണം ടെമ്പററി എങ്കിലും. അപ്പോൾ ആ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ നാറ്റ് ഗേറ്റ്വേ യൂസ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള പ്രൈവറ്റ് സബ്നെറ്റിലുള്ള മെഷീൻസിന് എന്തെങ്കിലും ആപ്ലിക്കേഷൻസ് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും പാച്ചസ് ചെയ്യണമെങ്കിലോ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള സോഫ്റ്റ്വെയർസിന്, അങ്ങനെയുള്ള കേസസിൽ ഇൻ്റർനെറ്റ് ആക്സസ്, അതായത് പുറത്തുനിന്നുള്ള വേൾഡിന് ഇവന് ആക്സസ് കിട്ടില്ല, ഇവനിലോട്ട് ആക്സസ് കിട്ടില്ല. പക്ഷേ ഇവന് പുറത്തുനിന്ന് എന്തെങ്കിലും സോഫ്റ്റ്വെയർസൊക്കെ എടുത്തുകൊണ്ട് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ പറ്റും, ഇങ്ങനെയൊരു നാറ്റ് ഗേറ്റ്വേ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഒരു നാറ്റ് ഗേറ്റ്വേ എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് സെറ്റപ്പ് ചെയ്തിട്ട് ഇവന് ഇങ്ങനത്തെ സോഫ്റ്റ്വെയർ ഇപ്പോൾ ഒരു അപ്പാഷയൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ആക്കി അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കി മനസ്സിലാക്കാം നെക്സ്റ്റ് സ്റ്റെപ്പിൽ. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഈ ഒരു നാറ്റ് ഗേറ്റ്വേ എങ്ങനെ സെറ്റപ്പ് ചെയ്തിട്ട് ഇവൻ്റെ കമ്മ്യൂണിക്കേഷൻ ഇതിലോട്ട് എങ്ങനെ കൊടുക്കുമെന്ന് നമുക്ക് നോക്കാം, എക്സ്റ്റേണൽ കമ്മ്യൂണിക്കേഷൻ. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വീണ്ടും AWS എടുത്തിരിക്കുകയാണ്. അതിൽ നമുക്ക് നാറ്റ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ലിസ്റ്റ് ചെയ്യും നാറ്റ് ഗേറ്റ്വേ. പുതിയൊരു ടാബിൽ ഞാൻ ഓപ്പൺ ചെയ്യുകയാണ്. അതിൽ നമുക്ക് ഇവിടെ ക്രിയേറ്റ് നാറ്റ് ഗേറ്റ്വേ എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അപ്പോൾ അതെടുക്കുക. അപ്പോൾ അതിൽ നമുക്ക് ഒരു പേര് കൊടുക്കാം. ആദ്യം 40 നാറ്റ് ഗേറ്റ്വേ എന്നും പറഞ്ഞ് ഞാനൊരു പേര് കൊടുത്തു. സബ്നെറ്റ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഏത് സബ്നെറ്റാണ് വേണ്ടത്? എപ്പോഴും നാറ്റ് ഗേറ്റ്വേ ഇരിക്കേണ്ടത് മോസ്റ്റ് യൂസ് കേസസിനല്ല, ഇങ്ങനത്തെ യൂസ് കേസസിനല്ല. നമുക്ക് നാറ്റ് ഗേറ്റ്വേ പബ്ലിക് സബ്നെറ്റിലാണ് ഇരിക്കേണ്ടത്. കാരണം നാറ്റ് ഗേറ്റ്വേക്ക് ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി കിട്ടുന്നത് ഇൻ്റർനെറ്റ് ഗേറ്റ്വേ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇൻ്റർനെറ്റ് ഗേറ്റ്വേ ഇരിക്കുന്നത് ഈ ഒരു പബ്ലിക് സബ്നെറ്റിൽ വഴിയാണ് കമ്മ്യൂണിക്കേഷൻ പോകുന്നത് കൊണ്ട് നമുക്ക് ഈ നാറ്റ് ഗേറ്റ്വേയും പബ്ലിക് സബ്നെറ്റിലാണ് ഇപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് ആ ഒരു സബ്നെറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തെറ്റിപ്പോകാതെ ഈ ഒരു വാൻ സബ്നെറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കണക്ടിവിറ്റി ടൈപ്പ് പബ്ലിക്ക് കൊടുക്കുക. പബ്ലിക്കും പ്രൈവറ്റും ടൈപ്പ് നമുക്ക് നാറ്റ് ക്രിയേറ്റ് ചെയ്യാം, ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യാം. ഞാനിവിടെ പബ്ലിക്കാണ് നമുക്ക് നമ്മുടെ യൂസ് കേസിന് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇലാസ്റ്റിക് IP ആവശ്യമാണ്, കാരണം ഇലാസ്റ്റിക് IP ഉപയോഗിച്ചിട്ടാണ് ഇവന് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നത് പുറത്തുള്ള ഇൻ്റർനെറ്റിലോട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു അലോക്കേറ്റ് ഇലാസ്റ്റിക് IP കൊടുക്കുക. അപ്പോൾ ഇതെല്ലാം ചാർജബിൾ ആണ്. നിങ്ങൾ ഇതിൻ്റെയൊക്കെ ചാർജ് ജസ്റ്റ് ഒന്ന് AWSൽ നോക്കുക എത്രയാണ് വരുന്നതെന്ന്. അതൊരു ഐഡിയ ഉണ്ടാക്കിയിട്ട് ലാബ് ചെയ്യുക. എന്നിട്ട് ചെയ്ത് ഉടനെ തന്നെ എല്ലാ കമ്പോണൻസും ടെർമിനേറ്റ് ചെയ്ത് കളയുക, ഡിലീറ്റ് ചെയ്ത് കളയുക. അല്ല നിങ്ങൾ ഓർക്കാതെ ഇട്ട് കഴിഞ്ഞാൽ ചാർജ് അക്യുമുലേറ്റ് ചെയ്ത് വരും ബില്ലിൽ. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഒരു ഇലാസ്റ്റിക് IP ഇവിടെ അലോക്കേറ്റ് ചെയ്തു. അതിന് ആ ഒരു ഓട്ടോമാറ്റിക്കലി ഇവിടെ സെലക്ട് ആവുകയും ചെയ്തു. അതിനുശേഷം ഇവിടെ ക്രിയേറ്റ് നാറ്റ് ഗേറ്റ്വേ എന്നും പറഞ്ഞ് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇപ്പോൾ നാറ്റ് ഗേറ്റ്വേ ഇവിടെ ക്രിയേറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തത് നമ്മുടെ ആ ഒരു റൂട്ട് ടേബിൾസ് ഉണ്ടല്ലോ, റൂട്ട് ടേബിൾസിൽ പോയിട്ട് നമ്മുടെ റൂട്ട് ടേബിൾസിൽ പോയിട്ട് ആ റൂട്ടിങ്ങിൽ പറഞ്ഞു കൊടുക്കുക ഇവന് പുറത്തോട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നാറ്റ് ഗേറ്റ്വേ വഴി ആക്കി കൊടുക്കാൻ, ഈ ഒരു പ്രൈവറ്റ് സബ്നെറ്റിലുള്ള കമ്പോണൻസ് മെഷീൻസിനെല്ലാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് റൂട്ട് ടേബിൾസിൽ പോയിട്ട് ആ ഒരു ലാൻഡ് സബ്നെറ്റ് റൂട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ അത് സെലക്ട് ചെയ്യുക. അവിടെ വന്നിട്ട് റൂട്ട്സ് എടുത്തിട്ട് എഡിറ്റ് റൂട്ട് എടുക്കുക. അവിടെ ഇപ്പം ഇൻറ്റേർണൽ റൂട്ടിംഗ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. നമുക്കിവിടെ ആഡ് റൂട്ട് എടുത്തിട്ട് ഇവിടെ ഈ ആദ്യത്തെ സെലക്ഷൻ കൊടുക്കുക, അതായത് ഇൻ്റർനെറ്റിലോട്ടുള്ള കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് കാണിച്ചു കൊടുക്കാനായിട്ട് അത് സെലക്ട് ചെയ്യുക. ഡെസ്റ്റിനേഷനായിട്ട് ടാർഗറ്റ് വന്നിട്ട് നമുക്കിവിടെ നാറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു 40 നാറ്റ് ഗേറ്റ്വേ എന്നുള്ള ആ ഒരു നാറ്റ് ഗേറ്റ്വേ പറഞ്ഞു സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് സേവ് ചേഞ്ചസ് കൊടുക്കുക. അപ്പോൾ ഇത്രയായിക്കഴിഞ്ഞാൽ ഇവന് പുറത്തോട്ട് എക്സ്റ്റേണൽ വേൾഡിലോട്ടുള്ള കമ്മ്യൂണിക്കേഷന് പോസിബിൾ ആവും. ആര് വഴി? ഈ നാറ്റ് ഗേറ്റ്വേ വഴി ഇങ്ങനൊരു കണക്ഷൻ എസ്റ്റാബ്ലിഷ് ആവും. പിന്നെ നമുക്ക് ആദ്യത്തെ ഈ ഒരു പർപ്പസ് കഴിഞ്ഞ് ഇവൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഇതിനകത്തുള്ള അപ്പാഷയും അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് എന്തെങ്കിലുമൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് പിന്നീട് ഈ നാറ്റ് ഗേറ്റ്വേ അങ്ങ് ഡിലീറ്റ് ചെയ്ത ശേഷം പിന്നെ ഈ ഒരു റൂട്ടും അങ്ങ് മാറ്റി ഡിലീറ്റ് ചെയ്ത് കളയാം. കാരണം നാറ്റ് ഗേറ്റ്വേ റണ്ണിങ് ടൈമിലെല്ലാം ചാർജബിളാണത്. ഓക്കെ, ചെറിയൊരു ചാർജ് വെച്ചിട്ട് അവർലി ചാർജാണ് ഇത് ആവുന്നത്. അപ്പം എങ്കിലും നമ്മൾ ഓർക്കാതെ ഡിലീറ്റ് ചെയ്യാതെ കിടന്നു കഴിഞ്ഞാൽ ദിവസങ്ങൾ കിടക്കുകയാണെങ്കിൽ ചാർജ് അക്യുമുലേറ്റ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് ഈ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു നാറ്റ് ഗേറ്റ്വേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയണം നമുക്ക്. അപ്പോൾ ഇനി നമുക്ക് ഈ മൊബൈൽ എക്സ്റ്റേമിൽ വന്നു. ആദ്യത്തെ ടാബിൽ നമ്മളിപ്പം ലോഗിൻ ചെയ്ത് നിൽക്കുന്നത് ഇവനിലോട്ടാണ്. ആദ്യം ഇവിടെ കയറി പിന്നെ അവിടെ ഇങ്ങോട്ട് കയറി. അപ്പോൾ ഇനി നമുക്ക് അവന് ഇൻ്റർനെറ്റ് ആക്സസ് ഉണ്ടോ നമുക്കൊന്ന് നോക്കാം. ഒന്നുകൂടെ ഒന്ന് പിങ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഇപ്പോൾ അവന് ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടി. നാറ്റ് ഗേറ്റ്വേ വഴി ഇൻ്റർനെറ്റ് ആക്സസ് കിട്ടി. ഇനി നമുക്ക് ഇതിനകത്ത് അപ്പാഷയൊക്കെ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. നമുക്ക് എങ്ങനെ അപ്പാഷ ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുന്ന ജസ്റ്റ് ഒന്ന് ഗൂഗിളിൽ തന്നെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. നമ്മളിപ്പോൾ അവിടെ ചൂസ് ചെയ്തിരിക്കുന്ന ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമസോൺ ലിനക്സ് 2023 ഇൻസ്റ്റാളിങ് അപ്പാഷെ എങ്ങനെയാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. വളരെ 1-2 സ്റ്റെപ്സ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ നമുക്ക്.
അപ്പോൾ അത് ആമസോണിൻ്റെ ഒഫീഷ്യൽ സൈറ്റിൽ തന്നെ പറഞ്ഞേക്കും പ്രിപ്പയർ എ ലാം സെർവർ. നമുക്ക് ആദ്യം ഈ ഒരു വോയിസ് ഒന്ന് അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനത് കോപ്പി ചെയ്തു, ഇതിനകത്ത് ഞാനത് പേസ്റ്റ് ചെയ്തു. മിക്കവാറും -DNF കമാൻഡ് ഇപ്പോൾ അവിടെ ഇല്ലെന്നാണ് പറയുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഉബുണ്ടു ആണ്. അപ്പം നമുക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റി. ജെം സെർവറാണ് നമ്മൾ പക്ഷേ ഇത് ആമസോൺ ലിനക്സ് സെലക്ട് ചെയ്തത്. നമ്മൾ വെബ് സെർവർ ഉബുണ്ടു ആണ്. അപ്പോൾ ഉബുണ്ടുവിനകത്ത് നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുമെന്ന് നോക്കാം. നമുക്കിപ്പോൾ ഉബുണ്ടു ആണത്. അപ്പോൾ ഉബുണ്ടുവിനകത്ത് നമുക്ക് എങ്ങനെ ഉബുണ്ടു 20.0 വെർഷനാണ്. ഉബുണ്ടുവിനകത്ത് നമുക്ക് ഇൻസ്റ്റാൾ അപ്പാഷെ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിനകത്ത് നമുക്ക് ജസ്റ്റ് 1-2 സ്റ്റെപ്സ് നമുക്കതിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് ആദ്യം ഒന്ന് sudo apt-get അപ്ഡേറ്റ് കൊടുക്കാം. അപ്ഡേറ്റിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എക്സിക്യൂട്ട് ചെയ്യാം. ഇതെല്ലാം മോസ്റ്റ് കോമൺലി നമ്മൾ എപ്പോഴും ചെയ്യുന്ന സ്റ്റെപ്സ് തന്നെയാണ്. ഈ ഒരു കമാൻഡും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അപ്പാഷെ അതിൽ ഇൻസ്റ്റാളായി കിട്ടും. ഈ ഒരു അപ്ഡേഷൻ കഴിയട്ടെ. അതിനുശേഷം നമ്മൾ ഈ ഒരു അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്യേണ്ട സ്റ്റെപ്പ് കൂടെ കൊടുത്തു. കൺഫർമേഷൻ എസ് കൊടുത്തു. അത് ഇൻസ്റ്റാളായി കഴിയട്ടെ. ഇപ്പോൾ ഇത് ഇൻസ്റ്റാളായി കഴിഞ്ഞ ശേഷം നമുക്കിപ്പം ഡയറക്റ്റ്ലി ബ്രൗസർ വഴിയൊന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷേ ഡിഫോൾട്ട് പേജ് കിട്ടുന്നോ ഇല്ലേ എന്നൊന്നും, അല്ലേ? കാരണം ഇതിന് പബ്ലിക് API ഇല്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് ആദ്യം ഈ ഒരു ജെം സെർവറിൽ നിന്നുകൊണ്ട് ഇങ്ങോട്ട് കേൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് നോക്കാം. ഇവൻ്റെ പ്രൈവറ്റ് IPയിലോട്ട് കേൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് നോക്കുമ്പം ആ ഒരു അപ്പാഷയുടെ ഇൻഡെക്സ് പേജ് കാണിക്കുന്നുണ്ടോ, റിപ്ലൈ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ നമുക്കിപ്പോൾ തൽക്കാലം ചെക്ക് ചെയ്യാനേ നിർവാഹമുള്ളൂ. അപ്പം അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയട്ടെ ആദ്യം. നമുക്ക് അതിന് ശേഷം അങ്ങനെ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതാണ് നമ്മുടെ ജെം സെർവറിലോട്ട് നമ്മൾ ലോഗിൻ ചെയ്ത് നിൽക്കുകയാണ്. ഇത് വെബ് സെർവർ. ഓക്കെ, അതിലാണ് നമ്മളിപ്പോൾ അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇൻസ്റ്റാളേഷൻ ജസ്റ്റ് ഒന്ന് കഴിയട്ടെ. അതിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ആദ്യം വെബ് സെർവറിൽ നിന്ന് തന്നെ നമുക്ക് നോക്കാം. കേൾ കമാൻഡ് കൊടുത്തു. ഞാനിപ്പോൾ HTTP എന്ന് പറഞ്ഞ് കൊടുത്തു. അതിനകത്ത് നമുക്ക് ഈ ഒരു ലോക്കൽ ഹോസ്റ്റിൽ തന്നെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 127.0.0.1 എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. ഓക്കെ, ഇത് അപ്പാഷയുടെ ആ ഒരു ഡിഫോൾട്ട് പേജാണ് ഈ കാണിക്കുന്നത്. ഈ ഒരു കമാൻഡ് പ്രോംപ്റ്റിലായതുകൊണ്ടാണ് ഇങ്ങനെ അങ്ങ് പോയത്. അത് ഓക്കെ, എന്തായാലും അത് ഡിഫോൾട്ട് പേജ് ലോക്കൽ മെഷീനിൽ കിട്ടുന്നുണ്ട്. നമുക്കിനി ഇവിടെ നിന്നുകൊണ്ട് കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്യാൻ കേൾ കമാൻഡ് ഉപയോഗിച്ചിട്ട് ഇവൻ്റെ അപ്പാഷയുടെ ഡിഫോൾട്ട് പേജ് കിട്ടുന്നുണ്ടോ എന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പം ജെം സെർവറിൽ നിന്നുകൊണ്ട് കേൾ സെയിം തന്നെ HTTP നമുക്ക് ഏത് IP ആണ് കൊടുക്കേണ്ടത് അവിടെ നിന്നുകൊണ്ട് ഈ ഒരു വെബ് സെർവറിൻ്റെ പ്രൈവറ്റ് IP നമുക്ക് ഡിഫോൾട്ട് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പോൾ അതിലോട്ട് ഇപ്പം കാണിക്കുന്നില്ല. നമുക്കൊന്ന് പിങ് ചെയ്ത് നോക്കാം. ഒന്നുകൂടെ പിങ് ഉണ്ട്, പക്ഷേ കേൾ വെച്ചിട്ട് നമുക്ക് നോക്കിയിട്ട് കിട്ടുന്നില്ല. നമുക്കത് ചെക്ക് ചെയ്യാം. ഓക്കെ, അത് കാണിക്കാത്തതിന് വേറൊരു റീസണുണ്ട്. ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പ് ഉണ്ടല്ലോ, അതായത് നമുക്കിവിടെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്ക് എടുക്കാം. സെക്യൂരിറ്റി ഗ്രൂപ്പ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ HTTP 80 ഒന്നും നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടില്ല, അല്ലേ? അപ്പം വെബ് സെർവറിൻ്റെ സെക്യൂരിറ്റി ഗ്രൂപ്പ് നമുക്കൊന്ന് എടുത്തിട്ട് അതിൻ്റെ ഇൻബൗണ്ട് റൂൾസ് നമുക്കൊന്ന് എഡിറ്റ് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, SSHും ICMP മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് വെബ് സെർവർ നമുക്ക് ആക്സസ് കിട്ടണമെങ്കിൽ ഏത് പോർട്ട് വേണം? HTTP പോർട്ട് വേണം. HTTP പോർട്ട് ഞാനിപ്പം ജെം സെർവർ മതിയെങ്കിൽ നമുക്കത് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഓൾ വേണമെങ്കിലും കൊടുക്കാം. ഞാനിപ്പം കസ്റ്റം എടുത്തിട്ട് നമ്മുടെ ഈ ഒരു ജെം സെർവർ തന്നെ അതിനും കൊടുക്കുകയാണ്. എന്നിട്ട് സേവ് കൊടുത്തു. അപ്പോൾ ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം കിട്ടുന്നുണ്ടോ എന്ന്. കണക്ഷൻ കണ്ടില്ലേ, ഇപ്പോൾ കണക്ഷൻ കിട്ടി. ഇങ്ങനത്തെ കേസസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഈ ഒരു സെക്യൂരിറ്റി ഗ്രൂപ്പിൽ ആ ഒരു കറസ്പോണ്ടിങ് പോർട്ട് എനേബിൾ ആണോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ആ ഒരു അപ്പാഷെ ഇതിനകത്ത് വെബ് സെർവറിനകത്ത് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുകയാണ്. പ്രൈവറ്റ് IP വഴി ജെം സെർവറിൽ നിന്ന് ആക്സസിബിൾ ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നമ്മളിപ്പോൾ സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ആവശ്യം കഴിഞ്ഞുകൊണ്ട് നമുക്കിനി ആ ഒരു NAT ഗേറ്റ്വേ അങ്ങ് ഡിലീറ്റ് ചെയ്ത് കളയാം. അതാണ് സേഫ്. പിന്നീട് എപ്പോഴെങ്കിലും ആവശ്യം വരുന്നെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ റൂട്ടിംഗ് ടേബിളിൽ പോയിട്ട് ലാൻഡ് സബ്നെറ്റിൽ നിന്ന് റൂട്ട്സ് എടുത്തിട്ട് അതിൽ എഡിറ്റ് റൂട്ട്സ് കൊടുത്തു. നമുക്ക് ഈ ഒരു റൂട്ട് ഇനിയിപ്പോൾ വേണ്ട. ഓക്കെ, നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യേണ്ടതൊക്കെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞു, അത് കളഞ്ഞു. പിന്നെ NAT ഗേറ്റ്വേയിൽ നിന്ന് ഈ NAT ഗേറ്റ്വേ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഡിലീറ്റ് NAT ഗേറ്റ്വേ കൊടുക്കുകയാണ്. ഡിലീറ്റ് കൊടുത്തു. ഡിലീറ്റിംഗ് എന്ന് പറഞ്ഞ് കാണിക്കുകയാണ്. നമുക്കിനി ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇലാസ്റ്റിക് IP ഒന്ന് EC2 ഇൻസ്റ്റൻസിൻ്റെ സെക്ഷനിൽ വന്നിട്ട് ഇലാസ്റ്റിക് IP ഞാനൊരു പുതിയ ടാബിൽ ഓപ്പൺ ചെയ്തു. അവിടെ ഒരു ഇലാസ്റ്റിക് IP ഉണ്ട്, അതും ഡിലീറ്റ് ആവണം. ഈ ഒരു NAT ഗേറ്റ്വേ ഡിലീറ്റ് ആയി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം നമുക്ക്. ഇല്ലെങ്കിൽ നമുക്ക് ഇലാസ്റ്റിക് IP നമുക്ക് റിലീസ് ചെയ്ത ശേഷം നമുക്കത് അതും ഡിലീറ്റാക്കി കളയേണ്ടതാണ്. അല്ലെങ്കിൽ അത് ചാർജ് എൻക്യൂറബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ബാക്കി റിസ്യൂം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ NAT ഗേറ്റ്വേ ഡിലീറ്റഡ് ആണെന്നും പറഞ്ഞ് ഇവിടെ കാണിക്കുന്നുണ്ട്. നമുക്ക് ഇലാസ്റ്റിക് IPയുടെ കേസ് എന്താണെന്ന് നോക്കാം. ഇലാസ്റ്റിക് IP ഇവിടെ ഓട്ടോമാറ്റിക് ഡിലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കത് സെലക്ട് ചെയ്തിട്ട്
അപ്പോൾ ഇലാസ്റ്റിക് ഐ പി ഇവിടെ ഓട്ടോമാറ്റിക്കായി ഡിലീറ്റ് ആയിട്ടില്ല. അപ്പോൾ നമുക്കൊന്ന് സെലക്ട് ചെയ്തിട്ട് ആക്ഷൻസ് എടുത്തിട്ട് റിലീസ് ഇലാസ്റ്റിക് ഐ പി കൊടുക്കുക. അപ്പോൾ ഇവിടെ കനോട്ട് ബി റിലീസ്ഡ് വിത്ത് അസോസിയേഷൻ ഐഡീസ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. കാരണം അത് കുറച്ച് ടൈം എടുക്കും. അപ്പം നാറ്റ് ഗേറ്റ് വേ ഒന്ന് ഡിലീറ്റ് ആയി കഴിഞ്ഞ് കുറച്ച് ടൈം കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇവിടെ. ഓക്കെ, അപ്പോൾ നമുക്ക് അല്പസമയം കഴിഞ്ഞിട്ട് കുറച്ച് മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്ക് വീണ്ടും ഒന്ന് ഇലാസ്റ്റിക് ഐ പി അഡ്രസ്സ് എടുത്തിട്ട് ആക്ഷൻസിൽ റിലീസ് ഇലാസ്റ്റിക് ഐ പി കൊടുക്കുകയാണ്. അപ്പോൾ അതിപ്പം റിലീസ് ആവാൻ റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ എന്നിട്ട് റിലീസ് കൊടുത്തു. അപ്പോൾ ആ ഇലാസ്റ്റിക് ഐ പി അങ്ങ് റിലീസായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് നാറ്റ് ഗേറ്റ്, അപ്പോൾ ആ ഒരു ആവശ്യം കഴിഞ്ഞിട്ട് നമുക്ക് നാറ്റ് ഗേറ്റ് വേയും ഡിലീറ്റ് ചെയ്ത് കളയണം. അതിനുശേഷം ആ ഒരു ഇലാസ്റ്റിക് ഐ പിയും ഡിലീറ്റ് ആയെന്ന് നോക്കിയിട്ടില്ലെങ്കിൽ അതും റിലീസ് ചെയ്ത് കളയണം നമുക്ക്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് മെയിനായിട്ട് ഈ ഒരു സെക്ഷനിൽ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു പാർട്ടിൽ ഇത്രയാണ് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നത്. അതായത് ഈ ഒരു വി പി സി നമ്മൾ ക്രിയേറ്റ് ചെയ്തു AWSൻ്റെ, അതിനുശേഷം 2 സബ്നെറ്റ്സ് ക്രിയേറ്റ് ചെയ്തു, പ്രൈവറ്റും പബ്ലിക്കും. പിന്നീട് റൂട്ടിംഗ് ടേബിൾസ് എല്ലാം കറസ്പോണ്ടിങ് ചെയ്ത് കൊടുത്തു. പിന്നീട് നമ്മൾ ജെം സെർവർ ഇൻസ്റ്റാൾ ചെയ്തു, അതിലോട്ട് SSH ചെയ്തു കയറി. പിന്നീട് വെബ് സെർവർ ക്രിയേറ്റ് ചെയ്തു. ജെം സെർവറിൽ നിന്നും വെബ് സെർവറിലോട്ട് SSH ചെയ്യുന്ന എങ്ങനെയാണ് നോക്കി മനസ്സിലാക്കി. വെബ് സെർവറിനകത്ത് അപ്പാഷെ ഇൻസ്റ്റാൾ ചെയ്തു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇൻ്റർനെറ്റ് കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതിന് നാറ്റ് ഗേറ്റ് വേ ഇൻസ്റ്റാൾ ചെയ്തു. ഇവൻ്റെ റൂട്ടിംഗ് ഇതിലോട്ട് പറഞ്ഞു കൊടുത്തു. ആ ഒരു ഇൻസ്റ്റാളേഷൻ്റെ ആവശ്യം കഴിഞ്ഞപ്പോൾ നമ്മൾ ആ റൂട്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. നാറ്റ് ഗേറ്റ് വേയും ഡിലീറ്റ് ചെയ്തിട്ട് ആ ഒരു ഇലാസ്റ്റിക് ഐ പിയും നമ്മൾ റിലീസ് ചെയ്തു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇന്ന് ചെയ്ത് നോക്കി മനസ്സിലാക്കി. അപ്പം ഇതിൻ്റെ നെക്സ്റ്റ് പാർട്ടിൽ നമുക്കിതിനകത്ത് ഇനി FortiGate ഫയർവാൾ ഇൻസ്റ്റാൾ ചെയ്തിട്ട് അവൻ്റെ ലാൻ ഇൻ്റർഫേസസ് ഒക്കെ എങ്ങനെ കോൺഫിഗർ ചെയ്യാമെന്നും ഈ ഒരു ഫയർവാൾ പോളിസി എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും പുറത്തു നിന്നുള്ള പോർട്ട് ഫോർവേഡിങ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാമെന്നും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി മനസ്സിലാക്കാം നെക്സ്റ്റ് സെഷനിൽ.